എക്സ്പ്രഷൻ ഇട്ട് നമ്മൾ എവിടെയായി പോകണമെന്നായിരിക്കും നിങ്ങളോർത്ത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോകണം നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള പാരീസിൽ ഐഫൽ ടവറിന്റെ മുന്നിലാവുമ്പോൾ ഇത്ര എക്സ്പ്രഷൻ മതിയോ? പ്രണയത്തിന്റെ സിറ്റി എന്നറിയപ്പെടുന്ന പാരീസ് വിസിറ്റ് ചെയ്യാൻ ഞങ്ങൾ കണ്ടുപിടിച്ച സമയം ഞങ്ങളുടെ സെക്കൻഡ് വെഡിങ് ആനിവേഴ്സറി തന്നെയായിരുന്നു. പാരീസിൽ ചുമ്മാ പോകാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ UK ആയതുകൊണ്ട് ഷെങ്കൻ വിസ നിർബന്ധം. അതിന് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തത് സഫാരി ട്രാവൽസ് ആണ്. അവരെ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് പെയ്ഡ് വർക്ക്സ് ഒന്നും അല്ല കേട്ടോ. ഷെങ്കൻ കൺട്രി വിസിറ്റിന് കമ്പൈൻഡ് ആയിട്ട് 2 കൺട്രീസ് ആണ് നമ്മൾ ചൂസ് ചെയ്തത്, ഫ്രാൻസ് ആൻഡ് ഇറ്റലി. ഫ്രാൻസിൽ പാരീസ് മാത്രമാണ് പോയത്. ഇറ്റലി നമ്മൾ വെനീസ്, മിലാൻ, ഡോളമൈറ്റ്സ് കവർ ചെയ്തു. അപ്പോൾ വ്ളോഗിന്റെ എണ്ണം കൂടും. ആദ്യമായി വിശദമായിട്ട് തന്നെ നമുക്ക് ഫ്രാൻസിൽ നിന്ന് തുടങ്ങാം. പാരീസിൽ നമ്മൾ ചുരുക്കി പറഞ്ഞ ഒരിടെയാണ് ഉണ്ടായത്. 1 ഡേ ട്രിപ്പ് ആയിട്ട് നിറയായാലോ. പിന്നെ പോവാൻ നല്ല പ്ലാൻ ഉണ്ടെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ സെറ്റാക്കി വെച്ചോ. ആവശ്യം വരും. മുക്കിലും മൂലയിലും ഫ്രഞ്ചാണ്. Airbnb ആണ് റൂം ബുക്കിംഗ് ഹെൽപ്പ്. പെട്ടെന്ന് റെഡിയായി വന്നു ഈ മാജിക്കൽ മൊമെന്റ് കാണാൻ. അറഞ്ചും പുറഞ്ചും ഫോട്ടോസ് എടുക്കുന്നൊക്കെ കൊള്ളാം. 12 മണിക്കാണ് ഫൈനൽ സ്പാർക്ക്. പിന്നെ ഓരോ മണിക്കൂറും ഉണ്ട് കേട്ടോ, 5 മിനിറ്റ്സ്. ബട്ട് അത് സിൽവർ ഷിമർ അല്ലല്ലോ, നോട്ട് ദ പോയിന്റ്. നമുക്ക് അവിടുന്ന് 2 ഇന്ത്യൻ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടോ. റൂം വെക്കേറ്റ് ചെയ്ത് ലഗേജ് നമ്മള് ഫ്രൂട്ട് ഷോപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്റ്റോറേജ് സ്പേസിൽ കൊടുത്തു. പിന്നെ ചെറിയ രീതിയിൽ ഒരു ബ്രഞ്ചും സെറ്റാണ്. ഫ്രാൻസിൽ അൺലിമിറ്റഡ് ആയിട്ട് ബസ്സിലും മെട്രോയിലൊക്കെ ട്രാവൽ ചെയ്യാൻ വി നീഡ് ദിസ് കാർഡ്. ദേ ഡോണ്ട് ഹാവ് ദ ടാപ്പിംഗ് സിസ്റ്റം ലൈക്ക് UK. ആദ്യം തന്നെ ഐഫൽ ടവർ പകൽ വെളിച്ചത്തിൽ കണ്ട് കുറെ ഫോട്ടോസ് എടുത്തു. പിന്നെ ട്രൊക്കാഡറോ ഗാർഡൻസിലെ സൈഡിൽ ബ്രിഡ്ജിൽ പോയി ലവ് ലോക്ക് ചെയ്തു. ഇറ്റ് വാസ് മൈ ഡ്രീം. ഉച്ചയോടെ ലൂവ് മ്യൂസിയം പോയി. നല്ല തിരക്കായിരുന്നു. മൊണാലിസയെ ദൂരെന്ന് കണ്ടു മടങ്ങി. മ്യൂസിയത്തിന് ചുറ്റും നടന്ന് കാണാൻ തന്നെ ഒരുപാടുണ്ട്. ബട്ട് നല്ല വെയിലാണ്. വെയിലത്ത് നമുക്ക് പ്രത്യേകിച്ച് ഒരു എക്സൈറ്റ്മെന്റും തോന്നില്ല. പറ്റുകയാണെങ്കിൽ ഏർലി മോർണിംഗും ഈവനിങ്ങും വിസിറ്റ് ചെയ്യണം. ആ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ വാസ് ഗാലറീസ് ലഫായറ്റ്. ലക്ഷറി ഇഷ്ടപ്പെടുന്ന ആളാണോ നിങ്ങൾ? എന്നാൽ പോയി കണ്ണ് തള്ളി വരാം. ഇത്രയും ഭംഗിയുള്ള ഒരു ഷോപ്പിംഗ് മോൾ ഞാൻ കണ്ടിട്ടില്ല. ഇതിലെ ഡിസൈനർ ബ്രാൻഡ്സ് മാത്രമേ ഉള്ളൂ. ചൈനൽ, ഡയോൾ, LV എക്സെട്ര എക്സെട്ര. Then we had chocolate chow. അങ്ങനെ ഇന്നത്തെ യുദ്ധം തീർന്നു. ബാക്കി വിശേഷം നാളെ പറയാം. അപ്പൊ ഇങ്ങനെ ഫോളോ ചെയ്യല്ലേ.